നമസ്കാരം. ഷെക്കന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അതിഥികളിൽ ചിലർ തലവേദനകളായി മാറുന്നുവോ? ഭായിമാരുടെ അല്ലെങ്കിൽ കേരളം ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ അതിഥി തൊഴിലാളികളെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഒരു നാമമാണ് ഈ ഭായിമാർ. ഈ ഭായിമാരുടെ ഒരു നാടായി മാറുകയാണ് മധ്യ കേരളത്തിലെ പെരുമ്പാവൂർ. അവിടുത്തെ സ്ഥിതി ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടക്കുകയാണ് എന്ന ചില വാർത്തകളും ചില സംഭവങ്ങളുമാണ് കഴിഞ്ഞ ദിവസം അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അവിടുത്തെ നാട്ടുകാരും ഒപ്പം തന്നെ ഈ അതിഥി തൊഴിലാളികളും തമ്മിൽ ചില സംഘർഷങ്ങൾ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ ഉടലെടുക്കുകയും പോലീസ് വലിയ രീതിയിലുള്ള റെയ്ഡ് ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ നടത്തുകയും പലരെയും അറസ്റ്റ് ചെയ്യുകയും പലർക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ പെരുമ്പാവൂർ മേഖലയിലെ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ ഈ സാംക്രമിക രോഗങ്ങൾ, പ്രത്യേകിച്ച് HIV പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ദേശീയ മാധ്യമങ്ങൾ പോലും അത് പുറത്തുവിട്ടിട്ടുണ്ട് അത്തരം റിപ്പോർട്ടുകൾ. മാത്രമല്ല ചില തീവ്രവാദ ശക്തികൾ പോലും ഈ അതിഥി തൊഴിലാളികളുടെ രൂപത്തിൽ അവരുടെ ഇടയിൽ കടന്നു കയറി ഇങ്ങനെ ഒളിച്ചു താമസിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിനാൽ തന്നെ ഈ അതിഥി തൊഴിലാളികളിലെ ചിലർ കേരളത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ, ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ക്രിമിനോളജിസ്റ്റും ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകനും കൂടിയായ അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി, ഒപ്പം തന്നെ സുപ്രീം കോടതി അഭിഭാഷകയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി, അങ്ങേക്ക് ഈ പെരുമ്പാവൂർ ആ ഒരു മേഖല കൃത്യമായിട്ടും അറിയാവുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അവരുടെ ആ ഒരു പൾസ്, ആ മേഖലയുടെ ഒരു പൾസ് അറിയാവുന്ന വ്യക്തിത്വം കൂടിയാണ്. എങ്ങനെയാണ് ഈ പെരുമ്പാവൂർ പോലെയുള്ള ഒരു മേഖലയിലേക്ക് ഒരു അധിനിവേശപരമായിട്ടുള്ള ഒരു സ്വഭാവത്തോടു കൂടി തന്നെ ഈ അതിഥി തൊഴിലാളികളുടെ ഒരു സംസ്കാരം കടന്നു വരുവാൻ ഇടയായത്? എത്രത്തോളം ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികളാണ് ഈ കൂട്ടർ അവിടെ സൃഷ്ടിക്കുന്നത്? ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി. തീർച്ചയായിട്ടും പെരുമ്പാവൂര് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ള ഒരു വലിയ ആശങ്കയാണ് അവിടെ ചെല്ലുന്ന ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം. കാരണം അവിടെ നമ്മുടെ സാധാരണ ആളുകളെക്കാൾ, അതായത് നമ്മുടെ മലയാളികളെക്കാൾ കൂടുതൽ ഇവര് ഈ നമ്മുടെ സോക്കോൾഡ് അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഭായിമാർ എന്ന് വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടെ ആയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇത് പറയുമ്പോൾ ഈ പെരുമ്പാവൂരിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധ 2016 ക്ഷണിക്കുകയാണ്. അതായത് പെരുമ്പാവൂരിൽ നിന്ന് 4-5 കിലോമീറ്റർ മാത്രം അകലെയുള്ള കുറുപ്പംപടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ജിഷ എന്ന് പറയുന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പലപ്പോഴും പലതരത്തിലുള്ള ആശങ്കകളൊക്കെ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഒരു ജിഷ വധക്കേസ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ മാത്രമായിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ പെരുമ്പാവൂർ ചില മേഖല കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു പോസ്റ്റർ കണ്ടായിരുന്നല്ലോ. അതായത് ലഹരി അന്വേഷിച്ചും പെണ്ണന്വേഷിച്ചും ഇങ്ങോട്ട് വന്നാൽ തല്ലി കൈയും കാലും ഒടിക്കുമെന്ന് പറഞ്ഞ് നാട്ടുകാര് അവിടെ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു കേരളത്തിന്റെ സാംസ്കാരിക ധാർമ്മിക അന്തരീക്ഷത്തിൽ നിന്ന് ഏറെ വ്യതിരക്തമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പ്രദേശങ്ങൾ മാറുന്നു. അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളായി വന്നിരിക്കുന്ന പല ആളുകൾക്ക് ഇവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത് കൊടുക്കുന്ന പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സംഭാവനയാണ്. അവര് പേര് ചേർത്ത് കൊടുക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടായി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പെരുമ്പാവൂർ എന്ന് പറയുന്നത് കേരളത്തിനുള്ളിൽ തന്നെ വേറെ ഏതോ ഒരു ലോകമായിട്ട് തന്നെ മാറ്റപ്പെട്ട് കഴിയുകയാണ്. അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരാൾ എന്റെ പേര് ഇന്നതാന്ന് പറയുന്നതല്ല, അത് ഒരു രേഖയും അയാളുടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി കോൺട്രാക്ടർമാരുണ്ട്. തന്നെയല്ല ഇവിടെ ആരൊക്കെയാ താമസിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ലാത്തൊരവസ്ഥയുണ്ട്. പോലീസിനോ അതൊക്കെ മറ്റൊരു സംവിധാനങ്ങൾക്കോ ആരൊക്കെ എവിടെയൊക്കെ താമസിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ലാത്തൊരവസ്ഥ ശരിക്കും പെരുമ്പാവൂർ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. പലരും ജോലി സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പം അവരോട് സംസാരിക്കും പോലും അവർക്ക് ഇന്ത്യക്കാരാണോ എന്ന് പോലും സംശയിക്കുന്ന ചില സാഹചര്യങ്ങൾ കണ്ടായിട്ടുണ്ട്. ഒരു തവണ ഒരു സൈറ്റിൽ വെച്ച് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയോട് സംസാരിച്ചപ്പോ ഒരു ഇലക്ഷൻ ദിവസമാണ്, വോട്ട് ചെയ്യാൻ പോകുന്നതിൽ ചോദിച്ചു ഇവനിങ്ങനെ കണ്ണും പായി പിടിച്ചു നിൽക്കുക. അത് ഹിന്ദി അറിയാൻ മേലാത്തതുകൊണ്ടല്ല, അതായത് ഇവര് അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ രാജ്യത്തോട് അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണെന്ന് പോലും സംശയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല ആൾക്കാരെയും നമ്മൾ അവിടെ കണ്ടിട്ടുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഇവരുടെ ഒരു ജീവിത സാഹചര്യങ്ങളെ കുറിച്ചാണ്. അതായത് ലഹരി മരുന്നുകളുടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ഇടമായിട്ട് ഇത് മാറുന്നു. അങ്ങോട്ടൊക്കെ കടന്നു ചെല്ലാൻ പോലും ആളുകൾ പേടിക്കുന്ന സ്ഥലമായിട്ട് മാറുന്നു. ഒപ്പം തന്നെ ഇവരുടെ ഇടയിലുള്ള ക്രിമിനലുകൾ, ഈ ജിഷ മാത്രം അവിടെ അവസാനിക്കുന്നില്ലല്ലോ, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവര് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, ഇവർ തമ്മിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ എല്ലാം ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവൂരിന്റെ ഒരു സാമൂഹിക മേഖല ഇന്ന് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അത് മാറ്റപ്പെട്ടിരിക്കുന്നു. അത് പെരുമ്പാവൂർ എന്ന് നമ്മൾ പേര് വിളിക്കുമ്പോൾ പെരുമ്പാവൂർ എന്ന് പറയുന്ന ടൗണിനെ കുറിച്ച് മാത്രമല്ല,
അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് കോതമംഗലത്തേക്കും അതുപോലെ തന്നെ നമ്മുടെ അങ്കമാലിയിലേക്കും അല്ലെങ്കിൽ ആലുവയിലേക്കും ഒക്കെ നീളുന്ന ഒരു ശൃംഖലയായിട്ട് ഇത് മാറുന്നു. ജീവിക്കാനാവാത്ത ഒരു അവസ്ഥയിലേക്ക് അവിടെയുള്ള ആളുകൾ കടന്നു പോകുന്നുണ്ട്. സാംക്രമിക രോഗങ്ങൾ, എയ്ഡ്സ് പോലുള്ള സാംക്രമിക രോഗങ്ങൾ ഇവർക്കിടയിൽ വളരെ വ്യാപകമാകുന്നുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ശരിക്കും ഇവരുടെയൊക്കെ ഒന്നും അടുത്തേക്ക് ഇത് കടന്നു ചെല്ലാനാവാത്ത, നിയമ സംവിധാനങ്ങൾക്ക് പോലും കടന്നു ചെല്ലാനാകാത്ത ചില സ്പേസുകളായി ഈ ബായ് കോളനികൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ചില സ്ഥലങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കേരളത്തിന്റെ വളർച്ചയിൽ അത് വളരെ പിന്നോട്ട് വലിക്കൽ ഉണ്ടാകുന്നുണ്ട് എന്നൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടങ്ങളെ വളരെ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഞാൻ അഡ്വക്കേറ്റ് ദീപ ജോസഫിലേക്ക് വരികയാണ്. അങ്ങ് ഇന്ന് രാവിലെ അങ്ങിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, എറണാകുളം പെരുമ്പാവൂരിൽ HIV പടരുന്നു. എനിക്കൊന്ന് വളരെയധികം വൈറലായിട്ട് മാറിയിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഞാനിപ്പോൾ നോക്കുകയായിരുന്നു, ഏകദേശം 6800ഓളം പേർ ലൈക്ക് ചെയ്തിരിക്കുന്നു, 887ഓളം കമന്റുകൾ, 2000-ലധികം പേർ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുസമൂഹം ഈ ഒരു വിഷയത്തെ എത്രത്തോളം ഗൗരവമായിട്ടാണ് എടുക്കുന്നത് എന്നത് ആ പോസ്റ്റിന് ലഭിച്ച സ്വീകാര്യത വ്യക്തമാക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ അങ്ങയെ പ്രേരിപ്പിച്ച ആ ഒരു ഘടകം? ഒപ്പം തന്നെ ഈ ഒരു വിഷയം, ഈ ഒരു സാഹചര്യം അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ചോദിച്ചു മേടിച്ചത് തന്നെയല്ലേ അഡ്വക്കേറ്റ് ദീപ ജോസഫ്? നമസ്കാരം. സത്യത്തില് ഞാന് ഇന്ത്യയില് എസ്പെഷ്യലി കേരളത്തിൽ നടക്കുന്ന എല്ലാ ഇതുപോലെയുള്ള എന്താ പറയാ ആഭ്യന്തര അല്ലെങ്കിൽ സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിലെല്ലാം തന്നെ വളരെ സജീവമായിട്ട് ന്യൂസുകൾ കാണുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് ഈ ന്യൂസ് കണ്ടപ്പം സത്യത്തിൽ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എനിക്ക് തോന്നുന്നു 90s-ലൊക്കെ ആയിരിക്കണം എയ്ഡ്സിന്റെ വ്യാപനം എന്നൊക്കെ പറഞ്ഞ് ഒരു ഓട്ടോ റിക്ഷ ഡ്രൈവർ ഒരു സ്ത്രീയെ സംരക്ഷിച്ചതും പിന്നെ ഒരു കുടുംബം മുഴുവൻ. അപ്പൊ ആ സമയത്ത് HIV ബാധയും എയ്ഡ്സും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾക്കൊക്കെ ഭയങ്കര ഭീതിയോടെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇതിനു മുമ്പ് ഒരു 6 മാസം മുമ്പ് യുവത്വത്തില് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരിൽ വ്യാപകമായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് അന്ന് വന്നു. പക്ഷെ അത് അപ്പൊ തന്നെ മാഞ്ഞുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു റിപ്പോർട്ട് ഇന്ന് പല പത്രമാധ്യമങ്ങളും ഈ ഒരു വിഷയത്തെ വളരെ സീരിയസ് ആയിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തതും ഞാനത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചെഴുതിയതും. എനിക്കൊന്ന് 9 ലക്ഷത്തോളം ആൾക്കാർ അതിന് വ്യൂവേഴ്സ് ഉണ്ട്. ഇന്ന് രാവിലെ മുതൽ ഈ ഒരു 6-7 മണിക്കൂറിനകം സർക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ വിഷയത്തില് ആശങ്കയോടെയും ഭയപ്പാടോടെയും ജാഗ്രതയോടെയും ഒക്കെ കാണുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഞാൻ സർക്കാർ ഒഴിച്ച് എന്ന് പറയാൻ കാര്യം, ഒരു സർക്കാരിന്റെ വിജയം അല്ലെ അവരുടെ പ്രവർത്തനങ്ങളുടെ വിജയം എന്ന് നമ്മൾ, അത് ഏത് സർക്കാർ ആയിക്കോട്ടെ, ഞാനിപ്പോ ഒരു പർട്ടിക്കുലർ സർക്കാരിനെ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്. അപ്പൊ അവിടെ ഉള്ള ആളുകളുടെ ആരോഗ്യപരമായ അവസ്ഥ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തില് ഇപ്പം എയിംസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന കുറെ പേരും, പക്ഷേ ഈ പെരുമ്പാവൂരില് ഇനി എന്താണ് ചെയ്തത്? പെരുമ്പാവൂര് ചെറിയൊരു എന്താ പറയുക സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടുത്തെ സാമൂഹിക പശ്ചാത്തലം ഫാദർ റോബിൻ നന്നായിട്ട് തന്നെ വിശദീകരിച്ചിരിക്കുന്നു. നമ്മൾ കേട്ടതിനും നമ്മൾ കണ്ടതിനും അപ്പുറത്താണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തില് സ്വയം നമ്മൾ പ്രിക്കോഷൻ എടുക്കണം. നമ്മള് എന്താ പറയുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനായിട്ട് കാരണമായത്. ഓക്കെ. മാത്രമല്ല മാഡം, അതായത് ഞാൻ ചോദ്യത്തിലെ ആ രണ്ടാമത്തെ ഭാഗത്ത് ചോദിച്ചതുപോലെ ഈ ഒരു സാഹചര്യം ശരിക്കും ഈ മലയാളികൾ ചോദിച്ച് മേടിച്ചത് തന്നെയല്ലേ? ഈ നമുക്കറിയാം, ഇപ്പം ഇന്ത്യക്ക് വെളിയിൽ മലയാളികൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും അല്ല, പലരും എടുക്കുന്ന തൊഴിലുകൾ എന്തൊക്കെയാണ് നമുക്കറിയാം. വിദേശ രാജ്യങ്ങളിൽ പോയി എടുക്കുന്ന തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഒരു തൊഴിലിനെ നമ്മൾ വെച്ച് കാണുന്നില്ല, എല്ലാ തൊഴിലിനും അതിൻ്റെതായുള്ള ആത്മീയം തന്നെയുണ്ട്. അപ്പോൾ ഈ മലയാളികളുടെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു അലസത അല്ലെങ്കിൽ ഒരു മടി, അത് ഇത്തരം സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം തൊഴിലാളികൾ വന്ന് ഇവിടെ ലാവുന്ന ഒരു സാഹചര്യത്തിന് കൊടുക്കുന്നില്ലേ? എന്താണ് ആ ഒരു വിഷയത്തിൽ അങ്ങയുടെ ഒരു നിരീക്ഷണം? അതിൽ എന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ഇപ്പൊ ഫാദർ റോബിൻ അവിടെ പറഞ്ഞൊരു പേരുണ്ട്, ജിഷ കൊല്ലപ്പെട്ട സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വളരെയധികം ആ ഒരു ഇതിലേക്ക് എനിക്ക് വളരെയധികം എന്താ പറയാ വിയോജിപ്പുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഫാദർ റോബിൻ പറഞ്ഞത്
അമരുൽ ഇസ്ലാം ആണ് ജിഷയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള രീതിയിലായിരിക്കാം അത് സംസാരിച്ചത്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ആ പയ്യൻ വെറും നിരപരാധിയാണെന്ന് തന്നെയാണ് വളരെ സാഹചര്യവും നന്നായിട്ട് തന്നെ വിചിന്തനം ചെയ്തും ആലോചിച്ചും റിസർച്ച് ചെയ്തും തന്നെയാണ് ഞാൻ ആ കാര്യത്തിൽ പറയുന്നത്. അത് ശരിക്കും ആരുടെയോ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കാര്യം മാത്രമാണ്. പിന്നെ നമ്മൾ ചോദിച്ചു മേടിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ, ഇന്ത്യയിലെ എന്നല്ല കേരളത്തിലെ പശ്ചാത്തലം വ്യത്യസ്തമാണ്. ഇപ്പം സ്വാശ്രയ കോളേജുകളോ അല്ലെങ്കിൽ കുട്ടികൾ പഠനത്തോടൊപ്പം തന്നെ ജോലിയും ചെയ്യുന്നു. വിദേശത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മെച്ചങ്ങള്, ഞാൻ ഇക്കണോമിക്കലി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഒത്തിരി നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്താണ്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ കുട്ടികളെ സ്വപ്നം കാണിക്കാനോ വളർത്താനോ അവരെ അതിലേക്ക് കൊണ്ടുപോവാനോ നമ്മുടെ സർക്കാരുകൾ തയ്യാറാവാത്തിടത്തോളം കാലം നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പോകും, കുടിയേറ്റം നടത്തും. ഇപ്പോ ഈ ഭായിമാര് അല്ലെങ്കിൽ ഈ അതിഥി തൊഴിലാളികൾ ഓമന പേരിൽ വിളിക്കുന്ന ആസാമീസും ബീഹാറീസും ബംഗാളീസും ഒഡീസക്കാരനും ഇല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ സത്യമായിട്ടും താറുമാറാകും. കച്ചവടം, ഈ സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുന്നത് പോയിട്ട് കടകളിൽ നിന്നല്ല, കൃഷിപ്പണിക്കെന്നല്ല, എല്ലാ കാര്യങ്ങളിലും ഇപ്പം അവരാണ് നമ്മളെക്കാട്ടി കൂടുതൽ അവർക്കാണ്. ഇപ്പം നമ്മളെക്കാട്ടി മലയാളം അവർ സംസാരിക്കും. അപ്പൊ ചോദിച്ചു മേടിച്ചതല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ജോലി ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മള് ഈ ഇരിക്കേണ്ടിടത്തിരുന്നാലേ ചിരക്കേണ്ടവനും ചിരക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മളെ അവര് എക്സ്പെൽ ചെയ്തുകൊണ്ട് അവരിപ്പോ ഒരു സ്ഥലം, ഇപ്പൊ പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിഥി തൊഴിലാളികളുടെ അല്ലെങ്കിൽ ആയമാരുടെ അല്ലെങ്കിൽ ഈ ഭായിമാരുടെ ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞു. അവിടെ അവര് എന്തൊക്കെയാ ചെയ്യണത്? ലഹരി അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളൊക്കെ ഇവര് ഇതിന്റെ വിപണനവും ഇതിന്റെ ഉൽപാദനവും ഒക്കെ നടത്തിയപ്പോ എവിടെയായിരുന്നു നമ്മുടെ സർക്കാർ? എവിടെയായിരുന്നു നമ്മുടെ ആളുകള്? അപ്പൊ ഇത്രയും ഞാൻ എഴുതിയതിനകത്ത് നിങ്ങൾ കണ്ടു കാണും, പച്ചയ്ക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പല മാന്യന്മാരായ ഭർത്താക്കന്മാരെയും ഒരു അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവരുടെ ഭാര്യമാര് ഈ അതിഥി തൊഴിലാളികളുടെ ഭാര്യമാരായി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാര് 35-നും 45-നും ഇടയ്ക്ക് കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാൻ നിൽക്കുന്ന ഇഷ്ടം പോലെ പുരുഷന്മാരെ നിൽക്കുമ്പോഴാണ് ഈ അതിഥി തൊഴിലാളികൾ നമ്മുടെ സുന്ദരിമാരായ പെണ്ണുങ്ങളെ കൊണ്ട് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ചോദിച്ചു മേടിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാത്തിനും ഉത്തരവാദി ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞാൽ നമ്മുടെ അധികാരികള്, നമ്മുടെ ഭരണവർഗം, നമ്മുടെ സർക്കാര്, അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരുമാണ്. അപ്പൊ ആരാണിത് ചോദിച്ചു മേടിച്ചത്? ആ ചോദ്യത്തിൽ തന്നെ എല്ലാം ഉണ്ട് എന്നത് വ്യക്തമാണ്. ഞാൻ ഫാദർ റോബിനിലേക്ക് വരികയാണ്. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് ദീപ സൂചിപ്പിച്ചതുപോലെ ഈ അതിഥി തൊഴിലാളികൾ ഇല്ലെങ്കിൽ കേരളം ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേണിലേക്കാണ്, ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട്. പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ? നമുക്കറിയാം, ഇത്രയും പേർ, എനിക്ക് തോന്നുന്നു ചില കണക്കുകൾ 35 ലക്ഷത്തോളം പേർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ, കണക്കുകൾ അതിനേക്കാൾ അപ്പുറമായിരിക്കാം, എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി എല്ലാവരും ഒറ്റയടിക്ക് അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞുവിടാൻ അങ്ങനെയൊന്നും അത് പ്രാക്ടിക്കലായിട്ട് നടക്കുകയില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് ശാശ്വതമായിട്ടുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷൻ? കള്ളനാണയങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, എല്ലാവരും നമ്മൾ അടച്ച് ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഈ കള്ളനാണയങ്ങളെ എങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ സാധിക്കും? അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ദീപ മാഡം പറഞ്ഞ പോലെ ഈ അതിഥി തൊഴിലാളികൾ ഇല്ലെങ്കിൽ കേരളം മുമ്പോട്ട് പോകാനാവാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സർക്കാർ ഓഫീസുകൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അവരുടെ കയ്യിൽ ആയിരുന്നു. കാരണം ഈവൻ ഒരു തുണി തേക്കാൻ കൊടുക്കുന്ന കട ചെന്ന് കഴിഞ്ഞാൽ പോലും അവരാണ് അവിടെ കാര്യങ്ങൾ നടത്തുക. കാരണം എല്ലാ സ്ഥലത്തും കൃഷിപ്പണിക്ക് നടത്തുന്നു, അതുപോലെ പന്തൽ വർക്ക്, ഇത് ലോകത്തുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ജോർജ് പറഞ്ഞ പോലെ തിരിച്ചയക്കുക എന്നുള്ളതൊന്നും പരിഹാരമല്ല, അത് സാധിക്കുകയുമില്ല. നമുക്ക് ചില നടപടികളിലേക്ക് അല്ലെങ്കിൽ ചില പ്രിക്കോഷനിലേക്ക് പോവുക എന്നുള്ളതാണ് പരിഹാരമായ കാര്യം. ഒന്നാമത്തെ കാര്യം, ഇവരുടെ കൂടെ വരുന്ന ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുക ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടതാണ്. NDPS ആക്ട് പ്രകാരം ചെറു കേസുകളല്ല, സപ്ലൈ ചെയ്യുന്ന ഇറക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണ ശൃംഖല തന്നെ ഇതിനു വേണ്ടിയിട്ട് സർക്കാർ രൂപീകരിക്കുകയും അതുപോലെ തന്നെ ഏത് പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് വരുന്നത്, എവിടെ നിന്നാണ് സോഴ്സ്, അപ്പൊ അങ്ങനെ ആ രീതിയിൽ വരികയും അതുപോലെ തന്നെ ഇവരിൽ നിന്ന് മലയാളികളിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ഇവർക്കിടയിൽ തന്നെ വിതരണം ചെയ്യുന്ന ഇടനിലക്കാരെ പിടിച്ച് അവരെ ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന പോലീസ്, എക്സൈസ്, നാർക്കോട്ടിക് ഭാഗത്തിന്റെ ഒരു സംയുക്തമായ ഒരു സെല്ല് രൂപീകരിക്കപ്പെടുകയും പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തില്, പ്രത്യേകിച്ച് പെരുമ്പാവൂര്, കോതമംഗലം, ആലുവ, കാലടി തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ ഒരു പ്രത്യേകമായ ഒരു രീതിയിൽ ഇത് വിന്യസിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനും വെരിഫിക്കേഷനും പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു ആധാർ ബേസ്ഡ് മാത്രം മതിയോ എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
അതായത് ഒരു വ്യക്തി ഒരു കോൺട്രാക്ടറെ കൊടുത്ത് പണിയാൻ വരുമ്പോൾ അത് ആരാണ് എന്ന് നമ്മൾ ബാങ്കുകളൊക്കെ KYC നോക്കുന്നത് പോലെ ഈ തൊഴിലാളിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ കോൺട്രാക്ടർ അറിയണം ഇയാൾ എവിടത്തുകാരനാണ്, ഏതാണ്, എന്താ ഡോക്യുമെന്റ് എന്ന രീതിയിൽ അത് ഉണ്ടാവണം. അതായത് തൊഴിലാളികൾക്ക് കൃത്യമായ രീതിയിൽ ഒരു ID കൊടുത്ത് നാട്ടിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഒരു ID കൊടുത്ത് ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അവർക്ക് മാത്രമേ ജോലിക്ക് പോകാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ തന്നെ ലോഡ്ജുകള്, ലേബർ ക്യാമ്പുകൾ, പ്രത്യേകിച്ച് പെരുമ്പാവൂരിന്റെ കോൺടസ്റ്റ് പറഞ്ഞിട്ട് നമ്മുടെ ഫാക്ടറികൾ, പ്രത്യേകിച്ച് പ്ലൈവുഡ് ഫാക്ടറികൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡിജിറ്റൽ എൻട്രി ഉണ്ടാകണം. അതായത് ഇപ്പോൾ ഒരു ക്രിമിനൽ ആയിരിക്കുന്ന ഒരാള് ബംഗാളിൽ നിന്ന് അവൻ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള ഡിജിറ്റൽ സംവിധാനത്തിൽ, അതായത് നമ്മൾ ഓൺലൈനിൽ, അതായത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഓൺലൈൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനങ്ങളുടെ, കോൺട്രാക്ടറുടെ, തൊഴിലുടമയുടെ ലൈസൻസ് റദ്ദ് ചെയ്യുകയോ അല്ലെങ്കിൽ ഭീമമായ തുക ഏൽപ്പിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം തന്നെ നമ്മുടെ നിയമസഭ പാസ്സാക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ മാത്രമേ പരിഹരിക്കാനായിട്ട് കഴിയുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വരുന്ന ഓരോ വ്യക്തികളുടെയും ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വ്യക്തി കടന്നു വരുന്നു, ഇപ്പൊ അവനൊരു തൊഴിലാളിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന സംസ്ഥാനക്കാരനാണെന്ന് പറഞ്ഞ ഒരാൾ കടന്നു വന്നു കഴിയുമ്പോൾ അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് വെരിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഒരാൾ തൊഴിൽ കൊടുക്കുമ്പോൾ ആ തൊഴിലിൽ ദാതാവ് അവന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണം, ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കാര്യം നിയമമൊക്കെ ഉണ്ട്, ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ നിയമമൊക്കെ ഉണ്ട്. പക്ഷേ നിയമം ഉണ്ടെങ്കിൽ പോലും അത് നടക്കുന്നില്ല. പോലീസുകാർക്ക് ഒരു ലിസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നു, പോലീസുകാർ അതനുസരിച്ച് മേടിച്ച് വെടിക്കകത്ത് വെക്കുന്നു. പക്ഷെ അതൊന്നും തിരിച്ചറിയലൊന്നും ഉണ്ടാകുന്നില്ല. ദീർഘകാലമായ രീതിയിൽ അതുണ്ടാകണം. അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളെ റെഗുലർ ആയിട്ടൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് റെഗുലർ ആയിട്ട് രീതിയിൽ അവരെവിടെയൊക്കെയാണ് താമസിക്കുന്നത്, അവരുടെ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പീരിയാഡിക് ആയിട്ട് വെരിഫിക്കേഷൻ നടത്തുകയും ഒരു വർഷം കൂടുമ്പോഴോ 2 വർഷം കൂടുമ്പോഴോ ഒക്കെ വീണ്ടും വന്ന് വെരിഫൈ ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യണം. മൂന്നാമതായിട്ട് പഞ്ചായത്തിന് ലിസ്റ്റ് ഉണ്ടാകണം. ഇന്റലിജൻസ് വിവരങ്ങൾ പഞ്ചായത്തുകളുമായി പങ്കുവെച്ചിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് നിയന്ത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള ആരോഗ്യ പരിശോധന ഉണ്ടാകണം. അതായത് HIV മാത്രമല്ല, അതുപോലെയുള്ള മറ്റ് TB, അതുപോലെ തന്നെ മറ്റ് പകർച്ചവ്യാധികൾ, ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിലുള്ള പരിശോധന ഉണ്ടാവുകയും അതൊക്കെ ഡിജിറ്റലായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവുകയും ചെയ്യണം. അതുപോലെ തന്നെ തൊഴിലാളികൾക്കിടയിൽ മൊബൈൽ ഹെൽത്ത് ക്യാമ്പുകൾ സർക്കാർ തന്നെ സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ രോഗബാധിതർക്കായിട്ട് നിർബന്ധിതമായിട്ടുള്ള ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇവരെ താമസിപ്പിക്കുന്ന ഇടങ്ങൾ പരിശോധിക്കാനായിട്ട് കഴിയണം. അതായത് ഈ ഒരു സ്ഥലം കയറി പരിശോധിക്കണമെങ്കിൽ വാറണ്ട് ഉണ്ടെങ്കിൽ പരിശോധിക്കാവുള്ളൂ എന്നുള്ള നിയമത്തിനൊക്കെ ഒരു എക്സെപ്ഷൻ കൊടുത്ത് ഇങ്ങനെയുള്ള ആളുകൾ കയറുന്ന താമസിക്കുന്ന ഇടങ്ങളിൽ പോലീസിന്റെ തന്നെ ഒരു പരിശോധന ഉണ്ടാവുകയും ഈ ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണോ അവിടെ താമസിക്കുന്നത്, അവരവിടെ എന്താണ് ചെയ്യുന്നത്, അവരുടെ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ കുടിവെള്ളം, ഇവരുടെ ശുചിത്വം, സാനിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകുകയും ചെയ്യണം. അതുപോലെ തന്നെ പോലീസിന്റെ ശക്തമായ ഒരു പെട്രോളിംഗ്, പ്രത്യേക ഒരു വിങ് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ട് CCTVയുടെയും NPR ക്യാമറയുടെയും ഹോട്ട്സ്പോട്ട് ഇതെല്ലാം ഒന്ന് ഫോക്കസ് ചെയ്ത് ഹോട്ട്സ്പോട്ടുകളിൽ പ്രത്യേകിച്ച് ഇത് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇവരുടെ നൈറ്റിൽ ഇവരുടെ ഇടങ്ങളിൽ പ്രത്യേകമായ രീതിയിലുള്ള പരിശോധനകൾ നടക്കപ്പെടേണ്ടതായിട്ടാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഇതിലുള്ള കേസ് എടുക്കുന്ന കാര്യത്തിലും അത് പെട്ടെന്ന് ഒത്തുതീർത്ത് വിടാതെ ശരിയായ രീതിയിൽ മുൻപോട്ട് പോകുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നാട്ടുകാരെയും വ്യാപാരികളെയും തൊഴിലുടമകളെയും ചേർത്തുകൊണ്ടുള്ള ഒരു സംവിധാനം, നിരന്തരമായ ഒരു ജാഗ്രതാ സംവിധാനം ഉണ്ടാകണം. അതായത് ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. അതായത് ഒരു ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ടോൾ ഫ്രീ നമ്പർ എന്തെങ്കിലും ഉണ്ടാകും. അതായത് വിളിച്ചു പറയുന്ന ആളുടെ ഐഡന്റിറ്റി പറയരുത്, കാരണം ചിലപ്പോൾ അവനെ തലക്കുന്ന കളയും. അതുകൊണ്ട് ആ രീതിയിൽ പോകാത്ത രീതിയിലുള്ള രഹസ്യ സ്വഭാവമുള്ള ഒരു സംവിധാനം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നിയമവും മനുഷ്യാവകാശങ്ങളും ഒരുമിച്ച് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്കൂളുകള്, മസ്ജിദുകള്, ട്രേഡ് യൂണിയനുകൾ, ഇങ്ങനെയുള്ള ആളുകൾ വഴി കൂടുതൽ ഇവരിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രമല്ല, ഒരേ സമയത്ത് ഒരു നിയമത്തിന്റെ ഭാഗമാണ് നമ്മൾ എന്നുള്ള ഒരു ബോധത്തോടു കൂടെ തന്നെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആ രീതിയിൽ ഒരു ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു രീതി നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം അസാധ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ മേഖലകളും സ്തംഭിക്കും. അപ്പൊ അതുകൊണ്ട് ഇവരെ ഒഴിവാക്കൽ നടക്കുകയല്ല, അത് കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്ത് കൃത്യമായ രീതിയിലുള്ള പരിശീലനം കൊടുത്ത് കൃത്യമായ രീതിയിൽ നിയമ സംവിധാനങ്ങൾ മുമ്പോട്ട് പോയാൽ ഇത് പരിഹരിക്കാനായിട്ട് കഴിയും. അപ്പൊ ഇവരെ കൃത്യമായിട്ട് നമുക്കൊന്ന് നോക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പം ഇവര് പലയിടങ്ങളിൽ സ്ഥലം വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീടുകളിൽ അനുബന്ധമായിട്ട് പെരുമ്പാവൂരിന്റെ കോൺടസ്റ്റിൽ തന്നെ പറയുകയാണ്, വീടുകളിൽ ഇപ്പൊ ഒരു ഫാമിലിനെയൊക്കെ ഒരുമിച്ച് താമസിക്കുന്നത് ലാഭകരമായിരിക്കാം.
പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഇമ്പാക്റ്റുകൾ അത്ര ചെറുതായിട്ട് കാണാനായിട്ട് കഴിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരുപാട് പുതിയ ട്രെൻഡുകൾ ഈ ഇവരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പം ഈ ഫാമുകളൊക്കെ നടത്തുന്ന ആൾക്കാര് അവരൊരു ഫാമിലിനെ കൊണ്ടുപോകുന്ന സ്വന്തം പറമ്പിൽ താമസിപ്പിച്ചേക്കുവാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ അവർ ക്ലെയിം ചെയ്യും, സ്ഥലം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ ദീപമാടം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനത് എടുത്തു പറയുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ലാന്ന് പറയാൻ പറ്റുകയില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതൊട്ടും ആരോഗ്യകരമായ രീതിയിലുള്ള പ്രവണതയിലേക്കല്ല പോകുന്നത്. നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇത് കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട്. മേഡം പറഞ്ഞ ആ നിരീക്ഷണങ്ങളോട് ഞാൻ 100% യോജിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ജിഷ വധക്കേസിലെ പ്രതി അങ്ങേയല്ല എന്നുള്ളത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. പക്ഷെ നിയമത്തിന് മുമ്പിൽ അയാളാണ് പ്രതി. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് ഇവരെ ഒഴിച്ചു നിർത്താൻ സാധിക്കുകയില്ല. കാരണം ഇപ്പം 35 40 50 ലക്ഷം അതിഥി തൊഴിലാളികൾ ഇവിടേക്ക് വന്നാൽ അവർക്ക് എല്ലാവർക്കും തൊഴിലുണ്ട്. ഈ തൊഴിലില്ലാതെ നടക്കുന്ന ഒരു ഭായിമാരെ പോലും നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ തൊഴിലില്ലാതെ നടക്കുന്ന അനേകം മലയാളി യുവാക്കളെ നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും എന്നതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു അവജയം. ഞാൻ ദീപ മേഡത്തിലേക്ക് അവസാനമായിട്ട് വരികയാണ്. നമ്മൾ ഒരു വിഷയം കൂടി ഈ അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ടൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ദേശവിരുദ്ധ ശക്തികൾ, രാജ്യദ്രോഹ ശക്തികൾ, പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്തു നിന്നുള്ള ചിലർ ഈ അതിഥി തൊഴിലാളികളുടെ രൂപത്തിൽ ഇവിടെ ഒളിച്ച് താമസിക്കുന്നുണ്ട്. പല കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞിടയ്ക്കാണ് മുനമ്പത്ത് നിന്ന് കുറച്ചൊരു ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്യുന്നു, ഈ മാവോയിസ്റ്റുകളെ ഒക്കെ അറസ്റ്റ് ചെയ്യുന്നു. അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയല്ലേ? ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ചിലപ്പോൾ ബംഗ്ലാദേശിലെ കൊടും ഭീകരനായിരിക്കും, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയല്ലേ അഡ്വക്കേറ്റ് ദീപ? കേരളത്തിൽ ഇപ്പൊ എന്തൊക്കെയാ സംഭവിക്കണേന്ന് അവിടുത്തെ സർക്കാരിന് അറിയാവോ എന്നുള്ളതാണ് എനിക്ക് സംശയം. കാരണം ഫാദർ റോബിൻ ഇപ്പൊ ഇത്രയും നീണ്ട ഒരു വലിയ പട്ടിക തന്നെ പറഞ്ഞപ്പോ എന്റെ തലയ്ക്കാകെ മരവിപ്പായി. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളം ശരിക്കും പൂങ്കാവനമാകും, അത് ഉറപ്പാ, സത്യമാണ്. പക്ഷെ ഇവിടെ നടക്കണ എനിക്ക് ഡേറ്റാബേസ് ആയിട്ടുള്ള എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അതിഥി ID ഉണ്ടാക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താല് ഈ കുറെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിലും ഈ തീവ്രവാദികളെ പരിപോഷിപ്പിക്കുന്നത് അതിഥികൾ മാത്രമാണോ? ഇതിനകത്ത് മത, ജാതി, രാഷ്ട്രീയ ബന്ധങ്ങളില്ലേ? ഇപ്പൊ ഉറപ്പായിട്ടും അപ്പൊ നമ്മളിപ്പോ കരുതുന്ന പോലെ ഇപ്പൊ നമ്മൾ ഇവിടെ പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഞാൻ ശബരിമല വിഷയത്തില് നമ്മൾ ഓരോ ദിവസവും ചെല്ലുമ്പോൾ കാണുന്നത് വേറെ 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 കാര്യങ്ങളാണ്. അപ്പൊ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മന്ത്രിസഭകളും സർക്കാരും ഒക്കെ ഉണ്ട്. അത് സത്യമാണ്. ഞാൻ ഈ ഒരു സത്യം പറയുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം പല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോ നമുക്ക് സത്യങ്ങളെ മൂടി വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയാലല്ലോ. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കൺട്രോൾ, ഇപ്പൊ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവര് അക്കമിട്ട് ഞാൻ ഇന്നത് ചെയ്തു, ഞാൻ എത്ര ഇതുണ്ടാക്കി, അത് ചെയ്തു, ഇത് ചെയ്തു എന്നല്ല. ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ, അവരുടെ ജീവനും പ്രോപ്പർട്ടിക്കും സംരക്ഷണം നൽകുന്ന, അവരുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിൽ അവരെ ഉന്നമനത്തിലേക്ക് നയിക്കുന്ന, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസവും അതിനോടനുബന്ധിച്ചുള്ള കലാ, കായിക, സാംസ്കാരിക മേഖലകളിൽ അവരെ ഉന്നതരാക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷനും ഒക്കെ കൊടുക്കുമ്പോഴാണ് ഒരു സർക്കാരാവുന്നത്. അപ്പൊ നമ്മൾ ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റു എന്ന് പറയുമ്പോ അവരവരുടേതായ സംസ്ഥാനത്തെ അല്ലെ രാജ്യത്തെ സംരക്ഷിക്കാൻ അവർ കടപ്പെട്ടിരിക്കുന്നു. അതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ മനസ്സിലാകുന്നത്. പക്ഷെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ എന്റെ ഉത്തരവാദിത്തം ആ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസത്തില് ആ ഭരണഘടനയെ നോക്കി അല്ലെ ബൈബിളിനെ നോക്കി ഞാൻ ചെയ്ത ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും നിർവഹിച്ചു എന്ന് എന്റെ സംസ്ഥാനത്തിന്, എന്റെ പഞ്ചായത്തിന്, എന്റെ താലൂക്കിന് എന്നെ ഭരമേൽപ്പിച്ച സംഭവങ്ങൾ ഉത്തരവാദിത്തത്തോട് ചെയ്തു എന്ന് എത്ര പേർക്ക് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റും? അങ്ങനെ പറഞ്ഞാല് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ മാറി മറിയാണ്. ഒരു തീവ്രവാദിയും നല്ല കൈക്ക് ഉറപ്പുള്ള, താങ്ങുമെന്ന് വിശ്വാസം ഉള്ള ഒരാളുടെ കഴിവില്ലാതെ നമ്മുടെ രാജ്യത്തോ സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ജില്ലയിലോ ഒരു താലൂക്കിലോ ഒന്നും കയറി വരികയല്ല. വരുമോ? അത് വ്യക്തമാണ്. ആരുടെയും
ഒരു പിന്തുണയില്ലാതെ, ഒരു സപ്പോർട്ടില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കില്ല എന്നത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഈ പാറമടകളില്, പ്ലൈവുഡ് ഫാക്ടറികളില്, സ്വകാര്യ ഫാമുകൾ, ഈ 3 മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇവരുടെ ഒളിച്ചു താമസിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്പേസുകൾ ഇതാ. തീർച്ചയായും 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 അല്ല, ഇതിപ്പോ ഓക്കെ, ഇന്നിപ്പോ ഷക്കീന ചാനൽ ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ കൊണ്ടുവന്നു. 26% HIV കേസുകൾ ഒരു പ്രത്യേക പോപ്പുലേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു അലാം ബെല്ലാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എത്ര ചർച്ചകൾ ഇന്നിപ്പം ദേക്കോ, ഏതെങ്കിലും ഒരു വേറൊരു രീതിയിലാണെങ്കിൽ ഒരു അതിജീവിതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവമാണെങ്കിൽ ചർച്ചകൾ കൊഴുത്തേനെ. ഇത് ഇന്നൊരു ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് ആരോഗ്യ മേഖലയിൽ നിന്ന് ആരോഗ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുടെയോ അല്ലെ ആരുടെയെങ്കിലും ഒരു മെസ്സേജോ നിങ്ങൾ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടോ? എല്ലാവരും ഇലക്ഷന്റെ ഈ തിരക്കിലാണ്. അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു ദാരുണമായിട്ടുള്ള ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും അതിഥി തൊഴിലാളികളിലൂടെ സംഭവിക്കുന്ന ആ ഒരു പ്രതിസന്ധികൾ പ്രേക്ഷകർ കാര്യം മനസ്സിലാക്കുക. എല്ലാ അതിഥി തൊഴിലാളികളെ അടച്ചാക്ഷേപിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. ജീവിക്കാൻ ഉള്ള ഒരു വ്യഗ്രതയ്ക്കായിട്ട് ജീവിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ അവരിലൂടെ പല കള്ള നാണയങ്ങളും കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ, ലഹരി മാഫിയയുടെ രൂപത്തിൽ, തീവ്രവാദ ഗ്രൂപ്പുകളുടെ രൂപത്തിൽ, സാംക്രമിക രോഗങ്ങളുടെയൊക്കെ രൂപത്തിൽ കേരളത്തിൽ പല പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നു. അതിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു നടപടി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കും. ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു സപ്പോർട്ടില്ലാതെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ നടമാടുകയില്ല എന്നത് വ്യക്തമാണ്. അതിനാൽ തന്നെ ഭരണാധികാരികൾ അടിയന്തര പ്രാധാന്യത്തോടെ വിഷയത്തെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് ഒരു ചർച്ച അവസാനിപ്പിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റൊപ്പം തന്നെ അഡ്വക്കേറ്റ് ദീപ ജോസഫ്, രണ്ടുപേർക്കും നന്ദി.